എന്ന കഥാപാത്രത്തെ പിത്തോ എന്ന പേരിൽ അവതരിപ്പിച്ച നാടകത്തിന് കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സോഷ്യൽ മീഡിയയിൽ ഫുൾ ടൈം അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ തൊപ്പിയെ പിത്തോ എന്ന പേരിൽ നാടകം അവതരിപ്പിച്ചാണ് ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കാണികളെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് കുട്ടികൾ നാടകം അവതരിപ്പിച്ചത്. സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു മെസ്സേജ് കാണികൾക്ക് മുൻപിൽ അവതരിപ്പിക്കാനായ സന്തോഷത്തിലാണ് കുട്ടികൾ. തൊപ്പി എന്നുള്ള രീതിക്കല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോഴത്തെ എല്ലാവരും ഇങ്ങനത്തെ രീതിക്കുള്ള സമൂഹം ഫുൾ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ബേസ് ചെയ്തുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. എല്ലാവരും അതിന്റെ നല്ല വശം എല്ലാ വശവും കാണണ്ടേ. അങ്ങനെ അഡിക്റ്റ് ആയവർക്കൊക്കെ അതിന് പുറത്ത് വരാനുള്ള മെസ്സേജാണ് ഞങ്ങൾ ഈ നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങള് നല്ലവണ്ണം കളിച്ച് ഞങ്ങള് കഴിഞ്ഞ സ്റ്റേറ്റില് തന്നെയായിരുന്നു കളിച്ചിരുന്നത്. അടിപൊളിയായിരുന്നു. ഈ നാടകം വന്നപ്പോ കുറച്ച് തോറ്റവർക്കൊന്നും ആരും ഈ സമൂഹം അത്ര കൊടുക്കണില്ല. അപ്പൊ തോറ്റവർക്ക് ഒരു ചാൻസ് കൊടുത്താലേ അവർക്ക് വിജയിച്ച് മുന്നേറുള്ള ഒരു സമയം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു മെസ്സേജും കൂടെ കൊടുക്കേണ്ടത്. തൊപ്പി ഫുള്ള് തോറ്റെന്ന് വിചാരിച്ചത് അതിലൂടെ അവന് ജയിക്കുന്ന പോലെ നിൽക്കാന്നുള്ള രീതിക്കായിരുന്നു. പക്ഷെ അത് മാത്രം ശരിയല്ലല്ലോ. അതാണ് മെയിൻ പ്രശ്നം. അവർ ഫുള്ള് സോഷ്യൽ മീഡിയനെ ഭയങ്കര അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരാനുള്ള ഒരു മെസ്സേജ് വളരെയധികം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ജില്ലാതലത്തിലേക്ക് ഇടം നേടുകയും ചെയ്തു. തൊപ്പി എന്ന കഥാപാത്രത്തെ പിത്തോ എന്ന പേരിൽ അഭിനയിച്ച MK ശരത് മികച്ച നടനായും മികച്ച നടിയായി K അനാമികയും തിരഞ്ഞെടുക്കപ്പെട്ടു.
ഈ വേണ്ടാത്തിനൊക്കെ ഈ മോളിൽ വെച്ചത് ആരാ? ഓടെ ഞാൻ പലതവണ പറഞ്ഞത് ചന്ദനം ചാരിയ ചന്ദനം കൊടുക്കും, ചാണകം ചാരിയ ആദ്യം അടിസ്ഥാനം നന്നോണം. അതെങ്ങനാ പണ്ട മുമ്പേര് തൊട്ടിയിൽ വന്നതൊക്കെ കുറെ കാണും. അതുകൊണ്ട് നാളെ സ്കൂളിൽ വരുമ്പോ അച്ഛനെ കൂടി വന്നാ മതി. ഓർത്തോ, ഉത്തരക്കടലാസിൽ മാർക്കണത് ഞാനാ. എനിക്കറിയാം എന്താ വേണ്ടത്. അല്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? അതൊന്നും സാരില്ല. ഈ നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ? പരീക്ഷയ്ക്ക് നമുക്ക് ഉഷാറാക്കാം. അല്ല പിന്നെ ഈ സെറ്റ് ആവണോ? എല്ലാത്തിനും നമുക്കൊരു വഴി ഉണ്ടാക്കാം. എല്ലാത്തിനും പരിഹാരം നമ്മുടെ അടുത്തുണ്ട്. Don't worry, you relax. Bye bye. മറക്കല്ലേ, ഇന്ന് രാത്രി 7 മണിക്ക് പിത്തോന്റെ ലൈവ് ഇടാം. Hello guys, ഞാൻ നിങ്ങളുടെ സ്വന്തം പിത്തോ. നാട്ടുമൊത്തം ആരാധിക്കണ നിങ്ങളുടെ പിത്തോ. വീട് വിട്ട് പുറത്തിറങ്ങാത്ത നിങ്ങളുടെ പിത്തോ. നിങ്ങൾ എനിക്ക് തന്ന ഈ വീടിനെ പറ്റി സോഷ്യൽ മീഡിയ എന്ന ലോകം അടക്കി വാഴുന്ന നിങ്ങളുടെ സ്വന്തം പിത്തോ. പക്ഷേ ഈ പിത്തോക്ക് മാത്രം പെണ്ണില്ലടാ, പെണ്ണില്ല. ജല്ല ജലാലു ആരൊട്ടയ്ക്ക് വരെ പെണ്ണ് കിട്ടി. ഈ പിത്തോക്ക് മാത്രം പെണ്ണില്ലടാ, പെണ്ണില്ല. പെണ്ണ്, പെണ്ണ്, പെണ്ണ്. ആയ്, ഞമ്മളെ പിത്തോക്ക് പെണ്ണ് സെറ്റായി guys, പെണ്ണ്. വർഷങ്ങൾക്ക് ശേഷം ഈ നാല് ചുമരി വിട്ട് ഞാൻ പുറത്തു വരുന്നു guys, ഞാൻ പുറത്തു വരുന്നു. അതെ, ഞാൻ വരുന്നു guys, ഞാൻ വരുന്നു. അതെങ്ങനെ ഉദ്ഘാടനം ചെയ്യാം? എനിക്കറിയില്ല കുട്ടേ, ഒന്ന് പറഞ്ഞാട്ട്. ആദ്യം നമുക്കൊരു ഫോട്ടോ വേണം. വീടിന്റെ ഒത്ത മുമ്പില് ഒരു മഞ്ഞ റിബൺ കടിച്ച് പിടിച്ച് വലിച്ചു കെട്ടിയിട്ടുണ്ടാവും. കയ്യിലൊരു കത്രികയും. കൈയുടെ
ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തൽക്കാലം വീണ്ടും ജാമ്യം വെച്ചിരിക്കുന്നു. വീണ്ടും സന്തോഷായില്ലേ? ആയില്ലേ? കോടതി പിരിച്ചു വിട്ടിരിക്കുന്നു.
ഈ നാട്ടുകാരെ എന്റെ തലയിലൊരു പാവം വെച്ചു ചെക്കന് നോട്ട് കണ്ടില്ലേ പെരികളൻ കഴുത്തില് ഒരു ചെരുപ്പ് കാലിട്ടു മുട്ടേക്ക് വിടണേ മുന്നേ ചെക്കന്റെ സ്വഭാവം ഇതാണെങ്കിൽ വലുതാവുന്ന എന്താവും കള്ള കുട്ടി കള്ള ഈ നാട് മൊത്തം നടന്നിട്ട് നാട്ടുകാരൊക്കെ കളിയാക്കി തിരിച്ചു എന്റെ കൂട്ടുകാരെ മുഖത്ത് നോക്കി കാർക്കിട്ട് കുട്ടി കള്ള കുട്ടി കള്ള കള്ള കുട്ടി കള്ള കള്ള കുട്ടി കള്ള സ്നേഹത്തോടെ അതിരാ ഉപ്പന്റെ കയ്യിലൊക്കെ കാശില്ലടാ ഇതൊക്കെ കുറച്ച് ദിവസം കഴിച്ച് വാങ്ങാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെന്താ പൈസ മോഷ്ടിക്കാം ഈ തിരുക്കുമാല ഈ കഴുത്തിൽ നോക്കി ഈ നാട് മൊത്തം നർത്തിച്ചതിന് പകരം മോനെ ഈ ചെയ്ത തെറ്റാ അല്ലേ ഇയാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് നമുക്ക് ആരും അറിയാതെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെന്താ അങ്ങനാവോ ഈ നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു കണ്ണനാവോ വേണ്ടാത്തവനാവോ ഞാനമ്മ അങ്ങനെ ആൾക്കാരെ ഞാനെന്റെ ലോകാക്കി മാറ്റി സോഷ്യൽ മീഡിയയില് ലക്ഷക്കണക്കിന് ആരാധകരുടെ എന്റെ ആരാധകരില്ല ഈ കൊട്ടിയാളി കിരീടം ഞാനാ ഇവിടുത്തെ രാജാവ് അമ്മേറെ എന്റെ തലയിലിരിക്കുന്ന കിരീടമല്ല അത് വിജയിച്ചോണ്ട് കിരീടല്ലടാ അത് തോറ്റോണ്ട് കിരീട ഇതിനല്ലേ കുട്ടി എന്താ ശരിയാ എന്നെ തോൽപ്പിച്ചതൊരു പങ്ക് ഈ നാട്ടുകാർക്കൊക്കെ വേണ്ടടാ കുട്ടി ആ തൊപ്പിയൊന്ന് അഴിച്ച് വെക്കേ ഇല്ലമ്മ ഇത് അന്റെ മാത്രം രോഗമല്ല എന്നെ കണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കണ്ട് ഈ പറയുന്ന ഓരോ വാക്കും ആരും പറയാൻ ശ്രമിക്കണ്ട് അതുകൊണ്ട് ആ തോറ്റനുസരിച്ച് തലക്കുന്ന ലോകത്തിന് ഒന്ന് ഇറങ്ങി വാ നിന്നെ ഒറ്റയ്ക്ക് വിടുമ്പോ ഒന്ന് ഒറ്റയ്ക്ക് വിട്ട് കൊണ്ട് ആരും ആരാധകർ ഒഴിഞ്ഞ് കുട്ടിന്റെ ചുവാടി എത്തിപ്പെട്ടത് കുട്ടിന്റെ കുട്ടി
Let's